Hello everyone, welcome to the world of English. It is me Yasser from M Solution. ഇനി എന്തിനു വേറെ സൊല്യൂഷൻ. എടാ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ USS എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇംഗ്ലീഷിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് നമ്മുടെ ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത്. പഠിക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ആണ് ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. സോ അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോക്കിക്കോടാ, നമ്മൾ ഇന്ന് ഫ്രേസൽ വെർബ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഫ്രേസൽ വെർബ്. സോ ഫ്രേസൽ വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വേർഡുകൾ തമ്മിൽ കൂടി ചേർന്നിട്ട് പുതിയൊരു വേർഡ് ഉണ്ടാകുക, അതിനാണ് എന്ത് പറയുക, ശരിക്കും ഫ്രേസൽ വെർബ് എന്ന് പറയാം. അപ്പോ ഉദാഹരണം ഇപ്പൊ കോൾ ഓൺ അല്ലെങ്കിൽ കോൾ ഓഫ്. കോൾ എന്നുള്ള വേറൊരു വേർഡും ദെൻ ഓഫ് എന്നുള്ള വേറൊരു വേർഡും, ഈ രണ്ട് വേർഡും കൂടി കൂടുമ്പോൾ വേറൊരു മീനിങ് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യപ്പെടും. സോ അതിനാണ് നമ്മൾ എന്ത് പറയാ, ഫ്രേസൽ വെർബ് എന്ന് പറയുന്നത്. നമ്മുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള കുറച്ച് ഫ്രേസൽ വെർബ് നമുക്ക് പഠിച്ചാലോ, നോക്കിക്കോളാം. സോ ഫ്രേസൽ വെർബ്സ് നോക്കാം. ഒന്നാമത് കാൾ ഫോർ. കാൾ ഫോർ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഡിമാൻഡ്. ഡിമാൻഡ് കൂടുക എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡിമാൻഡ്? എന്താണ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഉദാഹരണം, ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അല്ല വാല്യൂ കൂടുക എന്ന് പറയില്ല, വില കൂടുക, അല്ലെങ്കിൽ എന്താ പറയാ കൂടുതൽ എന്താ പറയാ ഡിമാൻഡ് കൂടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഭയങ്കര വില കൂടുക എന്താ പറയാ ഡിമാൻഡ് എന്ന് പറയുന്നത് കേട്ടോ. സോ പിന്നെ കാൾ ഓഫ്. കാൾ ഓഫിന്റെ സ്പെല്ലിംഗ് നോക്കണം. ഒരു എഫ് ആണ് കേട്ടോ, രണ്ട് എഫ് ഉള്ള ഓഫും ഉണ്ട്, ഒരു എഫ് ഉള്ള ഓഫും ഉണ്ട്. സോ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള എന്താണ്, ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു എഫ് ഉള്ള ഓഫ് ആണ്, കാൾ ഓഫ്. കാൾ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ, ക്യാൻസിൽ, ഒഴിവാക്കുക, അല്ലെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കുക എന്ന് പറയില്ല, അതിന് യൂസ് ചെയ്യുന്ന ഫ്രേസൽ വെർബാണ് എന്ത്, കാൾ ഓഫ് എന്ന് പറയുന്നത്. സോ അടുത്തത് കോൾ അറ്റ്. കോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും വിളിക്കാന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. സോ നോക്കാൻ, പക്ഷേ നമ്മുടെ ഫ്രേസൽ വെർബിന്റെ കേസിൽ വരുമ്പോൾ ഇതിന്റെ മീനിങ് മാറും. സോ കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ്, ഒരു സ്ഥലം സന്ദർശിക്കുക, നമ്മൾ സ്ഥലം ട്രിപ്പ് ഒക്കെ പോകും, നമ്മൾ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. സോ അതിനാണ് എന്ത് പറയുന്നത്, കോൾ അറ്റ് എന്ന് പറയുന്നത്. അടുത്തത് കോൾ ഓൺ. കാൾ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ, വിസിറ്റ് എ പേഴ്സൺ, ഒരു വ്യക്തിയെ പോയിട്ട് സന്ദർശിക്കാം, നമ്മൾ ആരെങ്കിലും കാണാൻ പോകുന്ന എന്ത് പറയാം, കാൾ ഓൺ എന്ന് പറയാം. പിന്നെ കോൾ ഔട്ട്. കാൾ ഔട്ട് എന്ന് പറഞ്ഞാൽ എന്താ, സമ്മണ്ട്. സമ്മണ്ട് പറഞ്ഞാൽ വിളിക്കുക, ഒരാളെ വിളിക്കുക എന്ന് പറയാം, കാൾ ഔട്ട് എന്ന് പറയാം. സമ്മണ്ട് പറഞ്ഞാൽ വിളിക്കപ്പെടുക എന്ന് പറയാം കേട്ടോ. ഓക്കെ, അതിനാണ് വിളിച്ചു ചേർക്കുക, വിളിക്കപ്പെടുക എന്നൊക്കെ എന്ത് പറയാം, സമ്മൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ കാൾ ഫോർ, കാൾ ഓഫ്, കോൾ അറ്റ്, കോൾ ഓൺ, കോൾ ഔട്ട്. അപ്പൊ കോൾ കൊണ്ടുള്ള കുറച്ച് ഫ്രേസൽ വെർബ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ നോക്കുന്നത് ഇനി ഗീവ് കൊണ്ടും ഗോ കൊണ്ടും കുറച്ച് ഫ്രേസൽ വെർബ്സ് ഉണ്ട്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ടാണ് ഈ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ മാത്രം പറയുന്നത് കേട്ടോ. സോ പിന്നെ എന്താണ് ഗീവ് ഇൻ. ഗീവ് ഇൻ എന്ന് പറഞ്ഞാൽ എന്താ, ഗീവ് ഇൻ എന്ന് പറഞ്ഞാൽ സറണ്ടർ ആവാം. അതായത് സറണ്ടർ ആവാ എന്ന് പറഞ്ഞാൽ പോലീസുകാര് തോക്ക് ചൂടാൻ വേണ്ടിയില്ല, സറണ്ടർ അല്ലെ, നമ്മളെന്താ പറയാ, സറണ്ടർ ആവാന്നില്ല, സറണ്ടർ ആവാന്നൊക്കെ പറയില്ല, നമ്മളെ പോലീസുകാരൊക്കെ തോക്ക് ചൂണ്ടിട്ട് പറയുന്നത് ഹാൻഡ്സ് അപ്പ് എന്ന് പറയാം. അപ്പൊ ഹാൻഡ്സ് അപ്പ് ചെയ്ത് ഇങ്ങനെ സറണ്ടർ ആവാ, കീ അടങ്ങുക എന്ന് പറയാം. എന്താ പറയാ, കീ അടങ്ങുക. നമ്മളെ പോലീസുകാരെ മുന്നിലൊക്കെ കീ അടങ്ങുക, കീ അടങ്ങുക എന്ന് പറയും, സറണ്ടർ കേട്ടോ. ദെൻ പിന്നെ അടുത്തത് എന്താ, അബാൻഡൻ. അബാൻഡൻ എന്ന് പറഞ്ഞാൽ എന്താ, അടക്കുക, ക്ലോസ് ചെയ്യുക, ഒഴിവാക്കുക എന്നൊക്കെ പറയും കേട്ടോ. അബാൻഡൻ ചെയ്യാൻ ഒഴിവാക്കുക അല്ലെങ്കിൽ നിർത്തിവെക്കുക എന്നൊക്കെ പറയും കേട്ടോ. അബാൻഡൻ, നിർത്തിവെക്കുക കേട്ടോ, അങ്ങനെയൊക്കെ മീനിങ് ഉണ്ട്. പിന്നുള്ളത് പിന്നുള്ളത് എന്താ, ഗോ ആഫ്റ്റർ. ഗോ ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ചേസ്. ചേസ് ചെയ്യാൻ, നമ്മൾ വാഹനത്തെ ചേസ് ചെയ്യാറില്ലേ, പിന്തുടരുക എന്ന് പറയും കേട്ടോ. എന്താ പറയാ, പിന്തുടരുക. ചേസ് ചെയ്യാൻ പിന്തുടരുക, പിന്തുടരുക കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്താ, ഗോ ഓൺ. ഗോ ഓൺ എന്നാൽ എന്താ, കണ്ടിന്യൂ. ഗോ ഓൺ പറഞ്ഞാല്, ഗോ ഓൺ എന്ന് പറഞ്ഞാല് തുടരുക. ഗോ ആഫ്റ്റർ എന്ന് പറഞ്ഞാല് പിന്തുടരുക. നമ്മുടെ വാഹനത്തിനൊക്കെ നമ്മൾ പിന്നെ ഓവർടേക്ക് ചെയ്യില്ലേ, അതിനൊക്കെയാണ് പറയാം കേട്ടോ. പിന്നെ ഗോ ത്രൂ പറഞ്ഞാൽ എന്താ, ഗോ ത്രൂ പറഞ്ഞാൽ സ്റ്റഡി ആൻഡ് എക്സാമിൻ, പഠിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യാം, എക്സാമിൻ ചെയ്യുക. സ്റ്റഡി അല്ലെങ്കിൽ എക്സാമിൻ, എക്സാം പഠിക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പരിശോധിക്കുക എന്നൊക്കെ പറയും കേട്ടോ. ഓക്കെ, ഇവാലുവേറ്റ് ചെയ്യാന്നൊക്കെയുള്ള മീനിങ് ഉണ്ടാവും ഗോ ത്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇതാണ് നമ്മുടെ USS എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഫ്രേസൽ വെർബ്. സാറ് വെറുതെ പറയുന്നതല്ല, നമ്മുടെ പ്രീവിയസ് ഇയർ എക്സാംസിലൊക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ഏരിയ ആയിരുന്നത്. അതുകൊണ്ടാണ് സാർ എന്ത് ചെയ്തത്, ഈ ഏരിയയെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ ഐ തിങ്ക് നിങ്ങൾക്ക് ഇത് മനസ്സിലായി സാർ വിശ്വസിക്കുന്നു. US എക്സാമിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. US എക്സാമിന്റെ പേര് മാറിയിട്ടുണ്ടോ, CM കിഡ്സ് സ്കോളർഷിപ്പ് എന്നാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പഠിക്കുക. 26-ാം തീയതിയാണ് എക്സാം വരുന്നത്, കൃത്യമായിട്ട് പഠിച്ചോ. ഇംഗ്ലീഷിൽ ഫ്രേസൽ വെർബ്, റിലേറ്റീവ് പ്രൊനൗൺ, ഒരുപാട് പ്രൊനൗൺസുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. സോ അതുപോലെ തന്നെ പ്രിപ്പോസിഷൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ എല്ലാ ഏരിയാസും നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ വെയിറ്റ് ചെയ്യുക, അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം മക്കളെ. ചാച്ചാ, ബൈ ബൈ, സീ യു.